ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ദീപാവലിയാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചൊന്ന് പുറത്ത് പോയി ചുമ്മാ ഒന്ന് കറങ്ങാം. മോൾ ഓഫ് ഏഷ്യയിലേക്ക് ലൈറ്റ് ഫെസ്റ്റിവലൊക്കെ പോലെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ പറയുന്നത്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ പടക്കമൊക്കെ പൊട്ടിക്കുന്ന ഭയങ്കര സൗണ്ട്. ഇതിപ്പം ദീപാവലിയുടെ തലേദിവസം വൈകുന്നേരമാണ്. ഇന്നലെ ഒരാഴ്ച മുമ്പ് അവിടെ ഇവിടെയൊക്കെ പടക്കമൊക്കെ പൊട്ടിച്ചു തുടങ്ങി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഹെബ്ബാലുള്ള ഫിനിക്സ് മോൾ ഓഫ് ഏഷ്യയിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ ആദ്യം താമസിച്ചതൊക്കെ ഹെബ്ബാൽ സൈഡായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പോകാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ഇപ്പം പക്ഷേ ഇച്ചിരി ദൂരമുണ്ട്. മാത്രമല്ല അത്യാവശ്യം ബ്ലോക്കുള്ള സ്ഥലത്തൂടാണ് ഞങ്ങൾ പോകുന്നത് അങ്ങോട്ടേക്ക് പോകണമെന്നെങ്കിൽ. പക്ഷേ ഇന്നത്തെ ദിവസം, അതായത് ദീപാവലിയുടെ തലേദിവസം വൈകിട്ട് ഇവിടെ ഒട്ടും ബ്ലോക്കില്ലാതെ ഭയങ്കര സുഖമായിട്ട് നമുക്ക് ഈ ഫിനിക്സ് മോൾ ഓഫ് ഏഷ്യയിലൊക്കെ പോയിട്ട് വരാം. ഈ വഴിയൊക്കെ എത്ര നേരമൊക്കെ കിടക്കുമെന്നറിയാവോ ബ്ലോക്കായിട്ട്. സാധാരണ ഒരു ദിവസം ആ ഒരു ഭാഗത്തേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല എത്ര നേരം. ഞങ്ങൾക്ക് എന്താ പറയുക, ദേഷ്യം വരും. ഈ ഒരു ബ്രിഡ്ജിലേക്ക് കയറുന്ന ഈ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ പ്രാവശ്യം ഒത്തിരി നേരം കിടന്നിട്ടുള്ളതാണ്. ഇന്ന് ദീപാവലിയുടെ തലേദിവസം വൈകിട്ട് എല്ലാവരും നാട്ടിൽ പോയതാണോ അതോ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണോ എന്താണെന്നൊരു പിടിയില്ല. ഭയങ്കര ഫ്രീ ആയിരുന്നു റോഡൊക്കെ. സുഖമായിട്ട് നമുക്ക് പെട്ടെന്ന് പോയിട്ടൊക്കെ വരായിരുന്നു. പക്ഷേ എന്താ പറയുന്നത്, ഒട്ടും ബ്ലോക്കില്ലാതെ. മറ്റേത് എത്ര നേരം എന്താ പറയുന്നത് കിടക്കണമെന്നറിയാം. ഒരു 5 കിലോമീറ്റർ അപ്പുറം വരെ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ കുറേ നേരം കിടക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പം ബാംഗ്ലൂർ ഈ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ. ഇന്ന് ഭയങ്കര ഫ്രീ ആയിരുന്നു. പിന്നെ ഫിനിക്സ് മോൾ ഓഫ് ഏഷ്യ അടുക്കാറായപ്പം പതുക്കെ കുറച്ച് ഒരു ഇത് തുടങ്ങി. കാരണം അങ്ങോട്ടേക്ക് വരുന്ന കാറുകൾ എല്ലാം കൂടെ ഒരു തിക്കും തിരക്കുമായി ആ ഒരു ഭാഗത്തേക്ക്. പക്ഷേ എന്നാൽ ഞാൻ വിചാരിച്ചത്ര ക്രൗഡും ഈ ഒരു ഫിനിക്സ് മോൾ ഓഫ് ഏഷ്യയിൽ ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഭയങ്കര ദീപാവലിയുടെ തലേദിവസം ആയതുകൊണ്ട് ഭയങ്കര ക്രൗഡായിരിക്കും എന്നൊക്കെ. പക്ഷേ എന്താ പറയുന്നത്, ഇവിടെ അത്രയും ഒരു ക്രൗഡ് ഫീൽ ചെയ്തില്ല. ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ വിചാരിച്ചത്ര ക്രൗഡ് എനിക്ക് തോന്നിച്ചില്ല. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഈ തിരുവോണം തലേദിവസം ഉത്രാടത്തിൻ്റെ അന്നൊക്കെ ഭയങ്കര തിരക്കല്ലേ റോഡിൽ. ഞാനപ്പം വിചാരിച്ചു നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ ഇന്നത്തെ ദിവസം ആരുമില്ല. മറ്റേ നമ്മുടെ നാട്ടിൽ എല്ലാ ഉത്രാടത്തിൻ്റെ അന്നൊക്കെ ഭയങ്കര തിരക്കായിരിക്കത്തില്ലേ റോഡിലൊക്കെ. ഓണം പ്രമാണിച്ച് തന്നെ ഭയങ്കര ഒരു തിരക്കായിരിക്കത്തില്ല. ഇത് ഇന്നത്തെ ദിവസം എന്തോ എനിക്ക് തോന്നുന്നു കൂടുതലും ദീപാവലി ആഘോഷിക്കുന്നവർ നാട്ടിൽ പോയി കാണും. കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ഒക്കെ നാട്ടിൽ പോയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്ക് കുറവ് തോന്നിച്ചത്. പിന്നെ എന്താ പറയുന്നത്, ഞങ്ങൾ ഇവിടെ കയറി. അതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ളൊരു തപ്പലാണ്. ഞങ്ങൾക്ക് ആ ഇന്ത്യ ലൈറ്റ് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന സംഭവം നടക്കുന്നിടത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ ആണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ അത് തപ്പിപ്പിടിക്കാൻ കുറച്ച് പാടാണ് അങ്ങോട്ടേക്കുള്ള ഇത്. കാരണം ഇത് ഒത്തിരി വലുതാണ്. നമുക്ക് ഏതാ എവിടെ എങ്ങനെയാന്നൊക്കെ ഉള്ള മിക്കവാറും വഴി തെറ്റിപ്പോവും. അവിടെ വെച്ചിട്ടുണ്ട്, എല്ലാ മൂലയ്ക്കും വെച്ചിട്ടുണ്ട് നമുക്ക് പോകേണ്ട സ്ഥലത്തിൻ്റെ സംഭവങ്ങൾ. എന്നാലും നമുക്ക് തെറ്റിപ്പോവും. അങ്ങനെയാണ്, ആ ഒരു രീതിയിലാണ് ഇത് കിടക്കുന്നത്. പിന്നെ ഇവിടെ കുറേ കടകളിൽ ഗോൾഡിനൊക്കെ എന്തൊക്കെ ഓഫറൊക്കെ ഞാൻ കണ്ടു. അതുകൊണ്ട് അത് വാങ്ങിക്കാൻ ഇഷ്ടംപോലെ പേര്, ഞാൻ അതിനകത്തൊക്കെ ആൾക്കാരെ കണ്ടു. പിന്നെ ഇവിടെ പിയാനോ ഇങ്ങനെ വാങ്ങിക്കുന്ന കണ്ടു. അത് ചുമ്മാ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു. അത് കുറച്ച് നേരം നോക്കി നിന്നിട്ട് പിന്നെ അവസാനം ഞങ്ങൾ
വീണ്ടും നടക്കണം, കുറേ നടക്കാനുണ്ടായിരുന്നു. നമ്മൾ പാർക്ക് ചെയ്യുന്നത് പാർക്കിങ്ങിൽ നിന്ന് കയറി വരുമ്പോഴത്തേനും ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അല്ലാതെ മെയിൻ എൻട്രൻസ് വഴി വരുവാണെങ്കിൽ കുഴപ്പമില്ല. പാർക്കിങ്ങിൽ നിന്ന് വരുമ്പം എപ്പോഴും അതൊരു കൺഫ്യൂഷനാണ്. പിന്നെന്താ, അവസാനം ഞങ്ങൾ ആ ഒരു എൻട്രൻസിൽ എത്തി. അവിടെ ഇന്ത്യ ലൈറ്റ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷത്തും ഇത് നടന്നിട്ടുണ്ടായിരുന്നു. വേറെ കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ. ഈ വർഷം അപ്പം ഞാൻ വിചാരിച്ചു ഈ വർഷവും ഇവിടെ എല്ലാ വർഷവും കാണുമല്ലോ. ഇവിടെ ഒരു ഒക്ടോബർ തൊട്ട്, പ്രത്യേകിച്ച് ബാംഗ്ലൂർ എപ്പോഴും പൂജയല്ല, വിനായക ചതുർത്ഥി തൊട്ട് ഉള്ള ദിവസം, വിനായക ചതുർത്ഥി തൊട്ട് പിന്നെ ഒരു ഡിസംബർ ക്രിസ്മസ് വരെ കുറേ പരിപാടികളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനായക ചതുർത്ഥി, പൂജയുടെ ഹോളിഡേയ്സ്, പിന്നെ ഈ നവരാത്രി, പിന്നെ ദീപാവലി, പിന്നെ ഇനിയിപ്പം ഇത് നവംബർ 1 നമ്മുടെ കേരളപ്പിറവി പോലെ തന്നെ കർണാടകത്തിൻ്റെ പറയുന്ന പേരെന്തായിരുന്നു അത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ക്രിസ്മസ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഒരു അത്രയും ആ ഒരു വിനായക ചതുർത്ഥി തൊട്ട് ക്രിസ്മസ് വരെ ഭയങ്കര ഒരു ഫെസ്റ്റീവ് മൂഡാണ്. പ്രത്യേകിച്ച് ബാംഗ്ലൂർ എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നതാണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇതുപോലെ മോളുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതൊക്കെ എനിക്ക് തോന്നുന്നു. ഇത് കഴിഞ്ഞ വർഷമൊക്കെ ക്രിസ്മസിന് തൊട്ട് മുമ്പ് വരെ ഈ ഒരു ഫെസ്റ്റിവലൊക്കെ അവിടെ നടന്നിരുന്നു, ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട്. ഇത് എത്ര ഉണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഈ ഒരു സംഭവം. കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ദീപാവലി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ പോയത്. അപ്പം അവിടെ കുറേ ദിവസം ഇതിങ്ങനെ കാണിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ തൊട്ടടുത്ത് ക്രിസ്മസ് വരാൻ പോവല്ലേ. അപ്പം അതിന് തൊട്ട് മുമ്പ് വരെ ഈ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ കാണും. നല്ല രസമാണ്, ഒരു നല്ലൊരു വൈബാണ്. പ്രത്യേകിച്ച് ഫിനിക്സ് മോൾ ഓഫ് ഏഷ്യയിൽ ഈ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നല്ല രസമാണ്. പക്ഷേ എനിക്ക് ഇത്രയും വേറെ പലയിടത്തും പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു രസം ഒരു വൈബ് എനിക്ക് തോന്നിയിട്ടില്ല ഇവിടെ വരുമ്പോഴുള്ള. മറ്റിടത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലൈറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഇത്രയും ഒരു രസം തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഓറിയോൺ മോളിലൊക്കെ നല്ലതാണെന്ന് തോന്നുന്നു. മറ്റേ രാജാജി നഗർ ആ ഒരു ഭാഗത്തൊക്കെ ഉള്ള ഓറിയോൺ മോളിൽ ഇത് കുറച്ചുകൂടെ നല്ലതാണെന്ന് തോന്നുന്നു. ബാക്കിയുള്ളിടത്തൊക്കെ വലിയൊരു ജസ്റ്റ് കാണാം എന്നുള്ളതല്ല, ഇതിനകത്ത് കയറി ഇങ്ങനെ നമുക്ക് നടന്ന് ഇരിക്കാം. ഒരു പ്രത്യേക കുറച്ച് നേരം നല്ല രസമാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇതിലും കൂടുതലിൻ്റെ ആ ഒരു കയറി വരുന്ന ഈ ഒരു ഏരിയയിലേക്ക് കയറി വരുന്ന എൻട്രൻസും കാര്യങ്ങളും എല്ലാം ഭയങ്കരമായിട്ട് ലൈറ്റ് ഇട്ടിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ നല്ല ഭംഗിയിൽ ഇട്ടിരിക്കുകയായിരുന്നു. ഇപ്രാവശ്യം അത്രയും ഇല്ല, എന്നാലും ഇത് ഇപ്രാവശ്യം കുറച്ച് സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നല്ല രസമാണ്. ഇതിനകത്തെ ലൈറ്റിങ് കയറി നിന്ന് കഴിയുമ്പോൾ നല്ലൊരു ഫീലാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇവിടെ വീഡിയോ എടുത്തും അല്ലാതെയൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടൊക്കെയാണ് പോയത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഉണ്ടെന്ന്, എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇന്നലെ അല്ലായിരുന്നോ ദീപാവലി. അപ്പോൾ ഇന്നൊക്കെ കാണും എന്ന് എനിക്ക് തോന്നുന്നു. അത്ര പെട്ടെന്ന് ഇവരതങ്ങനെ മാറ്റാറില്ല. പക്ഷേ കുറച്ച് ദിവസമൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് മാറ്റുന്നത്. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ദീപാവലി ആയിട്ട് ഇവിടെ പോയപ്പം കണ്ട് നല്ല രസമായിരുന്നു, നല്ല വൈബായിരുന്നു.
അങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളങ്ങനെ ഭയങ്കരമായിട്ട് ദീപാവലി ഒന്നും അങ്ങനെ ആഘോഷിക്കാറ് ഇല്ല. പ്രത്യേകിച്ച് ഇവിടെ വന്നിട്ടാണെങ്കിലും നമ്മൾ ദീപാവലിക്ക് എങ്ങനെ എന്താ പറയുന്നത്, എൻ്റെ ഒരു ഇതിൽ ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ രാവിലെ കുളിക്കും, എന്നുവെച്ചാൽ രാവിലെ കുളിച്ച് എണ്ണ തേച്ച് കുളിക്കും. അതായിരുന്നു മെയിനായിട്ടും ദീപാവലിക്ക് എനിക്കൊരു ഓർമ്മ. ദീപാവലിയുടെ അന്ന് മെയിനായിട്ടും തലയിലും മേത്തും എല്ലാം നന്നായിട്ട് എണ്ണ തേച്ച് കുളിച്ചിട്ട് അമ്പലത്തിൽ പോവും. തിരിച്ചൊരു സദ്യയൊന്നും ദീപാവലിക്ക് അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ലായിരുന്നു. വെജിറ്റേറിയൻ ആയിരിക്കും, സദ്യ ഒന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ട് എനിക്ക് തോന്നില്ല. പിന്നെ വൈകുന്നേരം ഇത് നമ്മുടെ പൂത്തിരി, ലാത്തിരി, കമ്പിത്തിരി, എന്താ പറയുന്നത്, കുടച്ചക്കരം, കുരകപ്പൂ, ആകവക ഐറ്റംസൊക്കെ കത്തിക്കും. അങ്ങനെയുള്ള പരിപാടികളൊക്കെ കുറച്ചുണ്ടാവും. അല്ലാതെ വലിയൊരു സദ്യ ഉണ്ടാക്കുക അങ്ങനത്തെ ഇതൊന്നുമില്ല. പിന്നെ സ്വീറ്റ്സ് ഒന്നും, അതൊക്കെ കൂടുതലും നോർത്ത് ഇന്ത്യൻസിനാണ്. പിന്നെ എനിക്കൊരു കുറച്ചൊക്കെ പ്രായമായി കഴിയുമ്പോഴത്തേനും ഇങ്ങനെ സ്വീറ്റ്സ്, ദീപാവലി സ്വീറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു ഓർമ്മയുണ്ട്. അച്ഛന് റോഡിൽ ഇങ്ങനെ ബസ് ബേക്കറിയിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേനും അവിടെ വെച്ചിരിക്കും. അപ്പോൾ അത് മേടിച്ചുകൊണ്ട് വരുന്ന എനിക്കൊരു ഓർമ്മയുണ്ട്, ദീപാവലി സ്വീറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അതെനിക്ക് കുറച്ച് വലുതായി, എനിക്കൊന്ന് ഞാനൊരു +1 +2 ഒക്കെ ആയതിനു ശേഷമാണ് അങ്ങനത്തെ പരിപാടി ഒക്കെ വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. അതുവരെ മെയിനായിട്ടും ഇതൊക്കെ ഉള്ളായിരുന്നു. അപ്പം അല്ലാതെ വലിയൊരു ദീപാവലി ആഘോഷമില്ല. ഇതിപ്പം ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലെ കുറച്ച് ദീപാവലി എന്താ പറയുന്നത് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ പിന്നെ നമ്മുടെ ഓണം പോലെയാണ്, തലേദിവസം എല്ലാം വൃത്തിയാക്കും. നമ്മൾ ഓണത്തിന് മുമ്പ് എല്ലാം വൃത്തിയാക്കുകയൊക്കെ ചെയ്യില്ല, അതുപോലത്തെ പരിപാടികളൊക്കെയാണ് ഇവിടെ. കൂടുതലും ഭയങ്കര ആഘോഷമാണ് ദീപാവലിക്ക്. നമ്മുടെ നാട്ടിൽ അത്രയില്ലല്ലോ. നമുക്ക് എൻ്റെയൊക്കെ വീട്ടിൽ ഇതായിരുന്നു, ഞാൻ പറഞ്ഞ കാര്യമായിരുന്നു. അപ്പം അങ്ങനെ കുറേ എന്താ പറയുന്നത്, ഇത് ദീപാവലി ദിവസത്തെയാണ്. ഇപ്പം ഞാൻ കാണിക്കുന്ന വെടിക്കെട്ട് ദീപാവലിയുടെ അന്ന് രാത്രി വരെ, ഇന്നലെ രാത്രി കുറേ നേരം വരെ ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ പരിപാടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ദീപാവലി ആയിട്ട് എല്ലാവർക്കും ഹാപ്പി ദീപാവലി. പിന്നെന്താണ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.